എത്ര മടിയാണെങ്കിലും ഓഫീസിൽ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓഫീസിൽ എൻ്റെ ഒരു ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് ക്യാബിലാണ്. അപ്പോൾ എൻ്റെ ഓഫീസ് എത്തി. ഞാൻ വർക്ക് ചെയ്യുന്നത് കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് 2ലാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ കാസ്പെയിൻ്റെ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഇത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു സെറ്റപ്പ് സംഭവങ്ങളൊക്കെയാണ്. ഈ കാണുന്ന ഒരു വലിയ ചെറിയ ബിൽഡിങ്ങിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രാവിലെ ഓഫീസിൽ എത്തുമ്പോൾ തന്നെ അത്യാവശ്യം ഓഫീസ് കാലിയായിരിക്കും. അധികം ആരും ഒന്നും വന്നിട്ടുണ്ടാവില്ല, 1-2 പേരേ ഉണ്ടാവുള്ളൂ. കാരണം എൻ്റെ ക്യാബ് നേരത്തെ എത്തുന്നതുകൊണ്ട് ഞാനും നേരത്തെ എത്തും. എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാനും ലാപ്ടോപ്പ് തുറന്ന് ഇന്നത്തെ പണികൾ എന്തൊക്കെയാണെന്ന് നോക്കി ഒക്കെ സോർട്ട് ഔട്ട് ചെയ്തൊക്കെ വെക്കും. മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്നൊരു സ്റ്റിക്കി നോട്ടിൽ കുറിച്ച് വയ്ക്കും. അത് കറക്റ്റായിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും വിട്ടുപോകില്ലല്ലോ. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ വരുമ്പോൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ ഓഫീസിൻ്റെ അകത്തുനിന്ന് നിൽക്കുമ്പോൾ പുറത്തേക്കുള്ള വ്യൂ ആണിത്. കോഗ്നിസൻറ്റിൻ്റെ ഒരു വലിയ ബിൽഡിംഗ് ആണ്. എല്ലാ ദിവസവും ഇത് തന്നെ കാണുന്നതുകൊണ്ട് ഇതിനകത്ത് വലിയ പുതുമയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇന്ന് ചെറിയൊരു മഴക്കോളുള്ള ദിവസമാണ് രാവിലെ. ഇത് ഞങ്ങളുടെ ഓഫീസിൻ്റെ കഫറ്റേരിയ 7th ഫ്ലോറിലാണ്. അപ്പോൾ അവിടെ അത്യാവശ്യം ഹാപ്പനിങ് ആണ്. എന്തെങ്കിലുമൊക്കെ സെയിലൊക്കെ നടക്കാറുണ്ട്. ചിലപ്പം ഡ്രസ്സസ് ആയിരിക്കാം, ബാഗ്സ് ആയിരിക്കാം, ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് എന്തായാലും ബുക്സ് ആണ്. അപ്പോൾ ഞാൻ ബുക്സൊക്കെ ഒന്ന് മറച്ച് നോക്കുക. ഇതൊരു ഇംഗ്ലീഷ് നോവലാണ്, പക്ഷെ ഞാൻ ഇതെല്ലാം വാങ്ങിച്ചത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറയുന്നത് നിംന വിജയൻ്റെ ഒരു ബുക്കാണ്. അത്യാവശ്യം റിവ്യൂ ഉള്ളൊരു ബുക്കാണ്. അപ്പോൾ അത് ജസ്റ്റ് വാങ്ങിച്ചു. പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു നന്മ പ്രവൃത്തി ചെയ്യണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെടികൾക്ക് കുറച്ച് വെള്ളം കൊടുക്കുവാണ്. അപ്പോൾ എൻ്റെ ടേബിളിലൊരു പ്ലാന്റ് ഉണ്ട്, അതിന് ഞാൻ ഇടയ്ക്ക് വെള്ളം കൊടുക്കും. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ ലഞ്ച് ബ്രേക്കും ടീ ബ്രേക്കും ഒക്കെ കഴിഞ്ഞു. എൻ്റെ ഓഫീസിൻ്റെ സമയം കഴിഞ്ഞു. ഞാൻ എന്താ വണ്ടിയിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം ഞാൻ ഇന്ന് വാങ്ങിച്ച ബുക്കൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. വീട്ടിലെത്താൻ എങ്ങനെയായാലും 2 hours എടുക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് നേരമൊക്കെ വെറുതെ ഇരിക്കും, പിന്നെ കുറച്ച് നേരം ഉറങ്ങും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ദിവസം പോകുന്നത്.